ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, ശ്രീലങ്കൻ എയർവേസ്, എന്തു സ്നേഹം എന്ന് പറയൂ. എമിറേറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ ചിരി, സർ താങ്ക് യു ഫോർ ചൂസിങ് എമിറേറ്റ്സ്, വെൽക്കം ഓൺ ബോർഡ്. നമുക്കിങ്ങനെ ചിരി കണ്ടിട്ട് കെട്ടാനൊക്കെ തോന്നും നമുക്ക്. പക്ഷേ കെട്ട് നടക്കണമെങ്കിൽ ചെക്കൻ അവിടെ വേണം. കല്യാണത്തിന് അന്ന് ചൂണ്ടിടാൻ പോയി. ഇതെനിക്ക് വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്യണ്ട, എനിക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചോട്ടെ. കുഴപ്പമില്ലല്ലോ, അത് പറയുന്നോണ്ട് എല്ലാവർക്കും അറിയാം, എനിക്ക് മനസ്സിലായി. സാരല്ല കല്യാണം കഴിക്കാതിരുന്ന നന്നായി ബ്രോ, സീരിയസ്ലി. ഇത് എന്തറിഞ്ഞാലും പോലെ പുറത്ത് നോക്കുമ്പോ കയറാനൊക്കെ തോന്നും. കയറി 2 കറക്കം കയറാൻ നമുക്ക് തോന്നും. ഇറങ്ങാം. പോപ്കോൺ, സിനിമാ തിയേറ്ററിൽ പോപ്കോൺ എടുക്കില്ലേ? 150 രൂപയുടെ ചെറുത്, 350 രൂപയുടെ ബട്ടാ സാധനം, അതിന്റെ ഇടയിൽ 210 ഒരു മീഡിയം സാധനം. ഏതെടുക്കും? 210. എന്താ കാരണം? 150 30 രൂപ കൂട്ടി ഇത് കിട്ടി. 350 വലുതാണ്. ഈ 2 ഇടയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലേ? 20,000 രൂപയുടെ മൊബൈൽ വാങ്ങിക്കാൻ വന്ന ഒരാളെ ആദ്യം കാണിക്കേണ്ടത് 40,000 മൊബൈലും അതിന്റെ ഫീച്ചറാണ്. പിന്നെ കാണിക്കേണ്ടത് 10,000 മൊബൈലും അതിന്റെ കുറ്റങ്ങളുമാണ്. എന്നിട്ട് 40,000 ഫീച്ചറുകളുള്ള 10,000 പ്രശ്നങ്ങളില്ലാത്ത 20,000 മൊബൈൽ. ഓ ദൈവടാ നീ, ദൈവം. മനസ്സിലായി? ആ സാധനം നിങ്ങൾ ചെയ്തിട്ടില്ലേ? നമ്മുടെ കമ്പനി വളരണം. ഗ്രോ വിത്ത് ദ കമ്പനി. പറ, ഗ്രോ വിത്ത് ദ കമ്പനി. കമ്പനിയോടൊപ്പം വളരണം, മത്സരിക്കാം. കഴിഞ്ഞ മാസത്തെ ഇൻസെന്റീവ്സ് എത്രയാണ്? അതിനേക്കാൾ കൂടുതൽ. സെയിൽസ്മാൻ, സെയിൽസ് ഗേൾസ് എന്ന് പറഞ്ഞാലേ സാലറിയെ കുറിച്ച് ചിന്തിക്കാത്ത ആളാണ്. എന്തിനെ കുറിച്ച് ചിന്തിക്കണം? ഇൻസെന്റീവ്സ്. സാലറി നമുക്ക് കടലമിട്ടായി വാങ്ങാനുള്ളതാണ്. ഇൻസെന്റീവ്സിലെ ഓർക്കുക. ഇങ്ങനെ ഒന്നും ഇരുന്ന എല്ലാവരും കൈയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ ആക്കിക്കോ. കൊണ്ടുപോയോ പറ, ഇങ്ങോട്ട് കൊണ്ടുപോയോ പറയ്, ഇങ്ങോട്ട് കൊണ്ടുപോവാ. മനസ്സിലായോ? ഓരോ അച്ഛനും അമ്മയും മോനെയും കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ മനസ്സുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതിന് മറ്റുള്ളൊരു ആർത്തി എന്നൊക്കെ പറയും. ഞാൻ പറയും ആ മാനസികാവസ്ഥയിൽ ഇരുന്ന് വലിച്ചെടുക്കണം. അപ്പൊ വിട്ടുകളയാൻ തോന്നൂല. മനസ്സിലായോ? പൊളിക്കണം. നെവർ സെറ്റിൽ. 1+ പരസ്യം കണ്ടിട്ടില്ലേ? നെവർ സെറ്റിൽ ഫോർ ലെസ്. കൺഫ്യൂഷൻ ഡിസിഷൻ മേക്കിങ്ങിന്റെ ശത്രുവാണ്. ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആക്കി. നിങ്ങളൊരു കാര്യത്തിൽ എക്സ്പെർട്ട് ആണെന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ആ കാര്യം ഏറ്റവും സിമ്പിളായി അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കൊരു കാര്യം ഡീപ്പ് ലെവൽ അറിയാമെന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ ആ കാര്യം ഏറ്റവും സിമ്പിളായി അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ഒരു മനുഷ്യനത് മനസ്സിലാവില്ല, കൺഫ്യൂഷൻ ആവും. കാരണം എന്താ? നമ്മൾ കൺഫ്യൂഷനാണ്. അത് കഴിഞ്ഞ ആൾക്കാർക്ക് കൺഫ്യൂഷൻ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചോദിക്കും മനസ്സിലായില്ലേ? കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് മറ്റുള്ളവരോട് മനസ്സിലായില്ലേ ചോദിക്കുന്നത്. ഗോട്ട് ദ പോയിന്റ്. നമ്മളെ ഏറ്റവും സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്ന സാധനം ശ്രദ്ധിച്ച് നോക്കിയാൽ അത് നമുക്ക് ഡീപ്പായിട്ട് അറിയുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കസ്റ്റമറെ കൺഫ്യൂഷൻ ആക്കരുത്, ആവശ്യമുള്ള സാധനം മാത്രം കൊടുക്കുക. ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ ഭർത്താവിനോട് കഴിഞ്ഞ ആഴ്ച? അങ്ങോട്ട് പോയോ? ഇവിടോ പറ. അധികം ഒരു ദിവസം എത്ര നേരം? ഇതിനൊക്കെ കണക്കുണ്ടോ? മൂഡ് ഓഫ് ആയിട്ടാണ് വരുന്നത്. ഐ ലവ് യു പറയാനുള്ള മൂഡ് കാണത്തില്ല. ഒരു ഭർത്താവ് ഏറ്റവും ആഗ്രഹിക്കുന്ന എന്താണെന്ന് പറയാം? ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യ. ഭാര്യമാര് ബിസിനസ് ചെയ്യുന്നില്ല, ഭർത്താക്കന്മാരെ ബിസിനസ് ചെയ്യുന്നെങ്കിൽ തിരിച്ചു വരുമ്പോഴേ ചായക്ക് ചൂടില്ല എന്നാ മനുഷ്യൻ പറയാൻ കാരണം ഉള്ളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ ചായക്ക് ചൂട് തോന്നുന്നത്. ചായ നല്ല ചൂടുണ്ട്, പക്ഷെ അതിനേക്കാൾ ചൂടുണ്ട് അയാളുടെ ഉള്ളിൽ. രാത്രി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയൊക്കെ ചെയ്യും. എന്തായാലും മനസ്സിൽ നമ്മൾ വിചാരിക്കും വേറെ ഏതോ സ്ത്രീകളെ കുറിച്ച്. ഇല്ല, അതിനുള്ള കഴിവ് നമുക്കില്ല. ഇവര് ചിന്തിക്കുന്നത്, ഞാൻ ഉറപ്പായിട്ട് പറയാം, ജയ്സീനെ കുറിച്ചല്ല, GST കുറിച്ചാണ്. സാറാമ്മയെ കുറിച്ചല്ല, സാലറിയെ കുറിച്ചാണ്. ടൂർ ഒരിക്കലും ആ മിഥുനത്തിലെ ടൂർ പോലെ പോരുത്. ഇനി എങ്ങാനും ടൂർ പോകണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ഒറ്റ പിശാചികളെ കൊണ്ടുവരും, ഒറ്റ കൊണ്ടുവരും. എവിടെയെങ്കിലും പോട്ടെ,
ഒരു 3-4 ദിവസം ഏതെങ്കിലും നഴ്സറിയിലോ എവിടെയെങ്കിലും വലിയ സ്ഥലത്തോ പഴയ സ്ഥലത്തോ ഭാര്യയും ഭർത്താവ് മാത്രം ഭയങ്കര റൊമാൻസ് കിട്ടും. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ബിസിനസ്സുകാരന്റെ ഭാര്യയോടാണ് ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഒരു ഭർത്താവിനുണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്നറിയോ? ഭാര്യ അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രോഗ്രസിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇനി ഇയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്നറിയോ? ബിസിനസിനെ കുറിച്ച് പറയാന്നുള്ളത്. ഇയാള് ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ചായ കൊടുത്തിട്ട് ഇന്നും മോളെ ഞാനിങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചില ഭാര്യമാരൊക്കെ കുറച്ചു നേരമൊക്കെ കേട്ടിരുന്നിട്ട് അപ്പൊ നമുക്കാണ്ട് പ്രാന്താവും. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, അമ്മ ഭക്ഷണം തന്നത് കൊണ്ടാണ് ഭക്ഷണം ഇങ്ങനെ ഉരുട്ടിക്കയറ്റൂലേ, ആ ഭക്ഷണം കൊടുക്കുന്ന പ്രോസസ്സ് അത് അമ്മ ചെയ്തത് കൊണ്ടാണ് നിങ്ങളിപ്പോ ജീവനോടെ ഇരിക്കുന്നത്. അച്ഛൻ ഭക്ഷണം തന്നു നോക്കട്ടെ, ഏതെങ്കിലും ഒന്നേ തിരിച്ചു വരുള്ളൂ. ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ പാത്രം. രണ്ടും ഒരുമിച്ച് ഇന്നേ വരെ വന്നിട്ടില്ല. ഈ മനുഷ്യന്റെ വിചാരം ഇതാണ്, അത് തുറക്കണമെങ്കിൽ എന്തോ ഒരു കഴിവ് ആ സ്ത്രീക്കുണ്ട്. നമുക്കില്ലാതെ നമുക്ക് പ്രാന്തം, നമുക്കിത് കുലിക്കാനേ അറിയുള്ളൂ. നമ്മളാകെ കുട്ടിയെ എടുക്കുന്നത് പുറത്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നാട്ടുകാരെ കാണിക്കാൻ ഭയങ്കര സ്നേഹമുള്ള ഭർത്താവാണ്. എന്നൊരു കുട്ടിക്ക് ഉമ്മ കൊടുക്കുന്നത് മറ്റേ സ്ത്രീയെ നോക്കി അപ്പൊ ആ സ്ത്രീക്ക് മനസ്സിലായി ഇത് എനിക്കുള്ള ഉമ്മയാണോ ഈശ്വര. മൂത്ത കുട്ടികൾക്ക് ഒരു പരാതി ഉണ്ടാവും, താഴെയുള്ളവർ എന്ത് ചെയ്താലും നമുക്കാണ് അടി. അങ്ങനെ ഉണ്ടോ? കേട്ടോ. താങ്ക് യു. സെയിം പിച്ച്. ചെറുപ്പത്തിലുണ്ടോ? ഇപ്പഴല്ല. എനിക്ക് 2 അനിയന്മാർ, അവന്മാരെ എന്ത് ചെയ്താലും എനിക്ക് അടി കിട്ടും, സ്ഥിരം അടി. എന്റെ അച്ഛനൊരു ഡയലോഗ് ഉണ്ട്, കൊടിമരം വളഞ്ഞാൽ നിഴലും വളയും. ആരാ കൊടിമരം? നിഴലാരാ? പറയൂ ഇല്ലേ? പിന്നെ അവസാനം ഞാനത് കാണാൻ പാടായി. പിന്നെ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നമായി ഞാൻ തന്നെ ചെന്നിട്ട് കൊടിമരം വളഞ്ഞു. അപ്പൊ അദ്ദേഹം ഒന്നും കൂടി വളയ്ക്കും. പക്ഷെ ഒരു ദിവസം ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കത്തി. ഞാൻ അച്ഛന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ കൊടിമരം വളഞ്ഞ നിഴലും വളയും. ശരിയല്ലേ? ശരിയാണ്. ആരാ കൊടിമരം? നീ. ഞാൻ. അപ്പൊ ഞാൻ $1 million ക്വസ്റ്റ്യൻ ചോദിച്ചു, കൊടിമരം വളയാൻ എന്താ കാരണം? താങ്കളല്ലേ ഈ കൊടിമരം കുത്തിയിട്ടത്? നിങ്ങൾ ഇന്ന് അടിച്ചില്ലേ? അതേപോലെ എന്റെ അച്ഛനും അടിച്ചു. എന്റെ തല ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഇങ്ങനെ. ആ ഫാഷനൊക്കെ മാറിയില്ലേ? പണ്ടൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ പാന്റ് മുകളിലേക്കാണ് കയറ്റാൻ അല്ലേ? ചില പിള്ളേർ അന്നും പരമാവധി താഴെ. പിന്നെ അവന്റെ അച്ഛന്റെ പേര് ജോക്കി. ഇവിടെ ബസ്സിൽ ഇങ്ങനെ കാണിച്ചു, കണ്ടോ 300 രൂപയുടെ. എന്റെ കോളേജിൽ എടുത്തോണ്ടിരുന്നു. അവന്റെ ഈ പാർട്സ് ഓഫ് സ്പീച്ചും വളരെ ചെറുതാണ്. ഒരടക്ക പൊളിച്ചും കമ്മിറ്റിയ അവനൊരു ജോക്കിയിൽ 2 പ്രാവശ്യമൊക്കെ ആവും. ചേച്ചി പറയണേ ഇത് ശരിക്കും മോട്ടിവേഷൻ ക്ലാസ് അല്ല. താജ് സ്പെഷ്യൽ സാധനം കേട്ടോ. താജ് മേക്ക് യു ഫീൽ വെരി കംഫർട്ടബിൾ. ഇന്ന് ഞങ്ങൾ വേറെ ഹോട്ടലിൽ നിന്നാണ് വരുന്നത്. മിഞ്ഞാന്ന് വേറെ ഹോട്ടലാണ്, അതിന്റെ തലേദിവസം വേറെ ഹോട്ടലാണ്. ഇന്ന് നേരെ പോകും ബാംഗ്ലൂർക്ക്, അവിടെ ഒരു ഹോട്ടലാണ്. അവിടുന്ന് തിരിച്ച് തിരുവനന്തപുരത്ത്, അവിടെ ഒരു ഹോട്ടലാണ്. അപ്പൊ പറയും ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയൊക്കെ അവിടെ ഇല്ലേന്നൊക്കെ ഉറപ്പ് വരും. കാരണം പല സ്ഥലത്തും പോയിട്ട് ക്ലാസ് എടുത്ത് കുടുംബം എങ്ങനെ നന്നാക്കാം എന്ന് ക്ലാസ് എടുത്ത് വരുമ്പോ കുടുംബം അവിടെ ഉണ്ടാവില്ല. അവള് ചിലപ്പോ എഴുതി വെക്കും, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, ഒരുപാട് കുടുംബങ്ങൾ നിങ്ങൾ യോജിപ്പിച്ചിരുന്നു. നമ്മുടെ കുടുംബം 2ആയി. കാരണം യോജിപ്പിച്ച ആളിവിടെ വരണ്ടേ? അവിടെ മൊത്താണ് എന്റെ ആ കുടുംബം കലക്ക്. ആഹയുടെ ഓപ്പോസിറ്റ് ആണ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യം. കഴിച്ചോ പോകും. നമ്മുടെ ഭാഗ്യത്തിന് ഇപ്പൊ വായക്കൂടെ വരണം.
ഉറപ്പുവരുത്തുന്ന ആദ്യത്തെ ഫോളോ അപ്പ് വിളിച്ച. രണ്ടാമത്തെ കാര്യം, വിളിച്ച ഫോൺ എടുക്കണം. എന്തോ പ്രശ്നം പറ്റിയില്ല. ചിലത് എടുക്കില്ല. എടുത്തില്ലെങ്കിൽ പലതും ചിന്തിക്കും മനുഷ്യന്മാര്. ഒരു പ്രശ്നം ചെയ്യുന്നതിനേക്കാൾ എഫർട്ടാണ് ചെയ്യാതിരുന്നാലും ഉണ്ടാവുക. അപ്പൊ നമ്മളോട് പറയുന്ന ഒരു ഇമെയിൽ അയക്കണം എന്ന് പറയുക, ഇമെയിലിന്റെ കണ്ടന്റ് ഉണ്ടാക്കാൻ നമുക്ക് മടിയായിട്ട് നമ്മളത് അയക്കാണ്ടിരിക്കും. നാളെ അയക്കാൻ പറ്റും, നാളെ അയക്കാൻ പറ്റും, നാളെ അയക്കാം. അതോടുകൂടി ഇതോട് വലുതാവും. ടെൻഷൻ ഈ 4 ദിവസം കൊണ്ടുപോകണം. പിന്നെ അവസാനം 10 മിനിറ്റിൽ അയക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കൂടിയിട്ട് അതിൻ്റെ ഇടയിൽ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ വിട്ടിട്ട് അതിലും നല്ലത് ആ ആദ്യം പറഞ്ഞ സമയത്ത് ചെയ്യുക. നെവർ അറ്റംപ്റ്റ് എ പ്രോബ്ലം ട്വൈസ്. ഒരു പ്രശ്നത്തെ 2 തവണ കൈകാര്യം ചെയ്യരുത്. സ്വപ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചേക്കണം. വെക്കല്ലേ, ഇറങ്ങി പുറപ്പെട്. വരും. കളിയാക്കാനൊക്കെ കുറച്ച് പേരുണ്ടാവും. എന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര പേര് പൂക്കിന്നറിയോ? ഒരു പെൺകുട്ടി കസേരമ കയറിയിരുന്ന് പൂക്കി. കുറുക്കന്റെ മുകളിലെ പെൺകുട്ടി. അവളെ അച്ഛന്റെ ആധാർ കാർഡ് ചോദിക്കണം. മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. ഒരാളെ ഹെൽപ്പ് ചെയ്താൽ അതെന്തോ ദുരുദ്ദേശപരമാണെന്ന് ആളുകൾ പറയും. പക്ഷെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളൊരാളോട് കരുണ കാണിച്ചാൽ നമുക്ക് എന്തോ അതിൽ മുതലെടുപ്പുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു വരുത്തും. പക്ഷെ കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുക. വർഷങ്ങൾ കൊണ്ട് നമ്മൾ പണിതുണ്ടാക്കിയ സാമ്രാജ്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് തകിടം മറിയും. പക്ഷെ സാമ്രാജ്യങ്ങൾ പണിതുകൊണ്ടേയിരിക്കും. മാറ്റം നമുക്ക് ഡിസ്കംഫർട്ടാണ് ഉണ്ടാക്കുക. ശീലമാണ് വേണ്ടത്. ഈ വാച്ച് ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അതൊരു മാറ്റമാണ്. പക്ഷേ ഇതാണ് ശീലം. ഇതിവിടെ വരുമ്പോൾ ഒരു സുഖക്കുറവാണ്. തടി കുറയ്ക്കണം, ഭക്ഷണം കുറയ്ക്കണം എന്നുള്ള തീരുമാനം മാറ്റമാണ്. പക്ഷെ ശീലം എന്താന്ന് നമുക്കറിയാം. ശീലം ഇത് കഴിക്കുന്ന നേരത്തിങ്ങനെ അത് പിന്നെ ഞാനടക്കം ഒരു കസ്റ്റമറെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ശീലമില്ല. നാളെ മുതൽ ചിരിക്കണം എന്ന് ഉറപ്പായതൊക്കെ ചിരിക്കൂല. പക്ഷെ അത് 1 പ്രാവശ്യം ചിരിച്ച് 2 പ്രാവശ്യം ചെയ്ത് 3 പ്രാവശ്യം ചെയ്ത് 4 പ്രാവശ്യം ഇത് നമ്മുടെ സ്വഭാവമായി ശീലമായി മാറി. പിന്നെ നമ്മുടെ സാധനമായി മാറി. ദേഷ്യപ്പെടരുത് എന്നുള്ളത് തീരുമാനമൊക്കെ എടുക്കും. പക്ഷെ ശീലം എന്താ? പിള്ളേരെ ചെയ്താൽ അടിച്ചിരിക്കും. അത് ശീലമാണ്. ഹാബിറ്റിനെ പിടിക്കേണ്ടത്. നല്ല ശീലങ്ങളാണ് നമ്മളെ നിർമ്മിക്കുന്നത്. ഫങ്ഷണൽ ഫിക്സഡ്നെസ് ടു ഫങ്ഷണൽ ഫ്ലെക്സിബിലിറ്റി. അതിന് കൂടുതൽ പറയാം ഫങ്ഷണൽ ഫിക്സ്. എന്നെ പറ്റിക്ക എന്ന് മാത്രം പറയാൻ. ഞാൻ എന്റെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഹിന്ദി ടീച്ചർ. രാംനെ സീതാക്കോ ക്യാ കിയാ അഭിഷേക് പറയൂ. ഞാൻ പറയാ ഓ ഷാദി കിയാ എവിടെ കിയാ. നമ്മൾ ഓരോന്നിലും ഓരോ ഫങ്ഷൻ ഇങ്ങനെ ആരോപിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലുള്ളത് ചുറ്റുകയാണെങ്കിൽ കാണുന്നത് മുഴുവൻ ആണിയായി തോന്നും. സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഒരു ചുറ്റി എടുത്ത് വീടിന്റെ ചുറ്റും നടക്കാം, അല്ലെങ്കിൽ വീടിന്റെ അകത്തൂടെ നടക്കാം. ഇതുവരെ കാണാത്തൊരു ആണി കാണും ഇല്ലേ? വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. കത്തിയുമായിട്ട് വാഴത്തോട്ടത്തിൽ പോയാൽ വെട്ടിയിരിക്കും. ഇതുപോലെ കുറച്ച് മനുഷ്യന്മാർക്കുണ്ട് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ഇയാളിങ്ങനെ ചിരിക്കും, ഇയാളിങ്ങനെ പെരുമാറും, ഇയാൾ ഇന്ന ജോലിയെ ചെയ്യൂ. ചില സ്ഥാപനത്തിനുണ്ട് ഫങ്ഷണൽ ഫിക്സഡ്. ഈ സ്ഥാപനം ഇത്രയേ വികസിക്കൂ, ഈ സ്ഥാപനം ഈ ലൊക്കേഷനിലേ ഉണ്ടാവും. ചില തൊഴിലാളികൾക്ക് ഉണ്ടാവും, ഞാനിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, ഞാനിങ്ങനെ വണ്ടി ഓടിക്കൂ, ഞാനിങ്ങനെ അക്കൗണ്ട് ചെയ്യും, ഞാനിങ്ങനെ കസ്റ്റമേഴ്സിനോട് ചോദിക്കും. ഈ ഫിക്സഡ് ആയിട്ട് നമ്മളിൽ ഉറച്ചുപോയ കുറെ കാര്യങ്ങളുണ്ടല്ലേ ഉണ്ടല്ലോ, അത് പൊട്ടിച്ചു കളയാം. എന്നാലേ വളരാൻ പറ്റൂ. ചലിച്ചു നിന്നവർ പിടിച്ചു നിന്നു, ഉറച്ചു നിന്നവർ ഒലിച്ചുപോയി. മാറ്റത്തെ കുറിച്ച് പറയുന്നതാണ്. എല്ലാവർക്കും ഉറച്ച നിലപാടുകളൊക്കെ ഉണ്ടാവും. ഒരു നിലപാട് ഉറച്ചിട്ടുള്ളതല്ല, അത് മാറ്റാനുള്ളതാണ്. സമയത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, വളർച്ചയ്ക്കനുസരിച്ച്, പുതിയ ഡാറ്റ കിട്ടുന്നതിനനുസരിച്ച്, അന്തരീക്ഷം മാറുന്നതിനനുസരിച്ച് മാറ്റാനുള്ളതാണ് നിലപാടുകൾ. ജീവിതം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പനി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണമെങ്കിൽ ചലിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ഈ ട്രെഡ്മില് പോലെ, ജിമ്മിൽ പോയാൽ കണ്ടിട്ടില്ലേ നമ്മൾ ഈ നടക്കുന്ന സാധനം, ട്രെഡ്മില്ലിന്റെ മുകളിൽ കയറിയിട്ട് എനിക്ക് ചില ഉറച്ച നിലപാടുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിലപാട് താഴെ ഉണ്ടാവും. കുട്ടികളെ തല്ലാറുണ്ടോ? ഇപ്പൊ അടിച്ചിട്ട് കാര്യമില്ല അല്ലേ? അടിച്ചിട്ട് കാര്യമില്ല. കുറെ അടി കിട്ടി കഴിഞ്ഞാൽ കുട്ടികൾ പറയാം ആ ഉമ്മക്ക് എന്ത് തല്ലിക്കോ തല്ലിക്കോ.
എന്റെ ഗവേഷണങ്ങളിൽ നിന്ന് മനസ്സിലായത് ഈ ഉമ്മ കുട്ടിയെ അടിക്കുന്നത് മിക്കവാറും കുട്ടിക്കുള്ള അടിയല്ല, അത് അപ്പുറത്തിരുന്ന് പേപ്പർ വായിക്കുന്ന ആ മനുഷ്യനുള്ള അടിയാണ്. കാരണം ഈ അടി കഴിഞ്ഞാൽ പേപ്പർ ഇങ്ങനെ കിളിക്കണോ. എനിക്ക് മനസ്സിലായത് ഇന്നലത്തെ എന്തോ ഒരു ബാക്കിയാണ്. അബുദാബിക്കൊക്കെ ഫോണിൽ അടി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബസ്സിൽ ഒരാൾ തോണ്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു തോണ്ടണമെന്നോ? ഈ കുട്ടി ആരെയും തോണ്ടിയ എന്നെ തോണ്ടിയില്ലേ? അല്ല, ഈ തോണ്ടലിന്റെ ഞാനിത് കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നു, ഒരാൾ വരുന്നു, ബാക്കിൽ നിൽക്കുന്നു. ആദ്യം ആ മനുഷ്യനൊന്ന് തോണ്ടും. ഇതൊരു സിഗ്നലാണ്. നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലേക്ക് പോകും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലേക്ക്. നിനക്ക് എങ്ങനെ അറിയാം? ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ ഈ കുട്ടി ബാഗ് ഇവിടെ എടുത്തു വെക്കും. അപ്പൊ അയാൾ ബാഗൊക്കെ മാറ്റി വഴിയൊക്കെ ക്ലിയർ ആക്കി. പിന്നെ ശല്യവും. അപ്പൊ ഈ കുട്ടി പ്രതികരിക്കണമല്ലോ. അപ്പൊ ഈ കുട്ടി അടുത്തുള്ളവരോട് പറയും, വേടി ഒരുത്തൻ തോണ്ടുന്നുണ്ട്. അപ്പൊ ടീമിലെ ലീഡർ പറയും, ടൂൾസ് എടുക്കും. ടൂൾസ് എന്താ ടൂൾസ്? ആ സേഫ്റ്റി പിൻ. എന്നിട്ട് ടൂൾസ് അവിടുന്ന് കൈമാറ്റം ചെയ്ത് നമ്മളടുത്ത് എത്തും. എന്നിട്ട് നമ്മളോട് കുത്തി കൊല്ലവനെ. എന്നിട്ട് നമ്മളിങ്ങനെ കുറെ കുത്തി നോക്കുമ്പോ കണ്ടക്ടർ പറയും, ഈ ബാഗിലിട്ട് കുത്തല്ലേ. അതായത് ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. തോണ്ടിയവരെ എന്ത് ചെയ്യണം പറ? ആയുധം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കണ്ണ്. യെസ്, അതെ. ഒരാൾ തോണ്ടിയാ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം ബഹളം വെക്കരുത്. തിരിഞ്ഞു നിന്നൊരു നോട്ടം നോക്കിയാൽ മതി. എങ്ങനെ നോക്കണമെന്നറിയോ? അയാളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കരുത്. അങ്ങനെയല്ല. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. പതുക്കെയാണ് തിരിഞ്ഞ ആ കണ്ണിലേക്ക് നോക്കിയിട്ട്, കുറച്ചു നേരമായല്ലോ താങ്കൾ തോണ്ടുന്നു, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാ ഉറപ്പാണ് മക്കളെ അയാള് പറയും, സോറി ഞാന് അത്. നമ്മൾ പ്രതികരിക്കണതേ നമ്മളല്ലേ അവകാശമുള്ളത്. നിങ്ങൾ ഇങ്ങനെ വെറുതെ അസ്വസ്ഥനായിരിക്കേണ്ട ആവശ്യം ഇല്ല. പ്രതികരിക്കണം. ഈ യുദ്ധത്തിന് ഓർഡർ എടുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? നല്ലൊരു ബോംബ് തൊട്ടടുത്ത് വിടാൻ സൗണ്ട് കേട്ട് ചാവും. അമ്മാതിരി ടീമാണ്. എന്നിട്ട് അവര് വളരെ സേഫ് അല്ലേ? അവരിരുന്നിട്ട് ബട്ടൺ അടിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഓർഡർ ഇട്ടാൽ പോരെ. യുദ്ധത്തെ കുറിച്ച് ഞാനൊരു ഡയലോഗ് പറയട്ടെ, അതൊക്കെ നമ്മളിപ്പോ പറയണ്ടേ. അതായത് മില്യൺസ് ഓഫ് ഡോളർ ചെലവഴിച്ചിട്ട് അന്യഗ്രഹത്തിൽ ജീവനുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മില്യൺസ് ഓഫ് ഡോളർ ചെലവഴിച്ച് പരീക്ഷണങ്ങൾ നടത്തും. അതേ രാജ്യങ്ങൾ തന്നെ മില്യൺസ് ഓഫ് ഡോളർ ചെലവഴിച്ച് ഈ ഗ്രഹത്തിലെ ജീവനുകളെ കൊല്ലാൻ വേണ്ടി ബോംബുണ്ടാക്കും അല്ലേ? കുറെ തലമുടി നിറച്ച മുഖത്ത് ചുളിവുള്ള വെപ്പുവല്ലി വെച്ച കുറെ കിളവന്മാരുടെ പ്രാന്താണ് യുദ്ധം. മരിക്കുന്നത് മുഴുവൻ കുട്ടികളും സ്ത്രീകളും. കുട്ടികൾ ആരെയും കൊല്ലുന്നില്ലല്ലോ. ടീച്ചേഴ്സിന്റെ മക്കളുണ്ടോ? ടീച്ചേഴ്സിന്റെ മക്കള് ഗതികെട്ട ജന്മങ്ങളാണ്. ആ ടീച്ചറുടെ സ്കൂളിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ടീച്ചർ വീട്ടിലേക്ക് വരുമ്പോ 2 ആൻസർ ഷീറ്റ് ആയിട്ടാ വരിക. ഏതൊക്കെയാ നിങ്ങൾ പറ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഒന്ന് സ്വന്തം കുട്ടിയുടെ, പിന്നെ 2 ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയുടെ. അല്ലെ? ടീച്ചറാണ് സൈക്കോ അല്ല. എന്നിട്ട് 2 പേപ്പറും കൊണ്ടുവരും. ഒന്ന് സ്വന്തം കുട്ടിയുടെ ആൻസർ ഷീറ്റും, മറ്റേത് ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി. എന്നിട്ട് കുട്ടിയുടെ നോക്കൂ, ഫസ്റ്റ് നീ എന്താ ചെയ്തു വെച്ചത് നോക്ക്, ഐശ്വര്യ എന്താ ചെയ്തു, രണ്ടാമത്തെ ആൻസർ നീ എന്താ ചെയ്തു, ഐശ്വര്യ. അവസാനം ആ കുട്ടി പറയും, ഐശ്വര്യനെ വിളിച്ചിവിടെ താമസിപ്പിച്ചോ, ഞാൻ എവിടെയെങ്കിലും പോവാണ്. ആ ഡ്രൈവിങ്, എൻ്റെ ഭാര്യ ഡ്രൈവിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെയാണ് എൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായത്, എൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ ഉമ്മ ഗംഭീര ഡ്രൈവറാണ്. അയ്യോ, എൻ്റെ ഉമ്മയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്താ പറയുക, ബൈക്കിന്റെ ബാക്കിലിരുന്നിട്ട് ഈ ഭാഗം കൊണ്ട് വണ്ടി ഓടിക്കും. ആള് ബാക്കിലിരിക്കും, എന്നിട്ട് ഷോൾഡറിന്റെ ഉള്ളിൽ കൂടെ അബീ ലോറി. ഒരു ദിവസം ഞാൻ വലത്തോട്ട് തിരിച്ചു, അമ്മ ഇടത്തോട്ട് തിരിച്ചു, വണ്ടി നേരെ പോയി. ജെൻസി പിള്ളേരെ ഒരു ഗതികേട്. അവര് 10ാം ക്ലാസ്സിലുള്ളപ്പോ കോവിഡ് വന്നു. അവര് ജോലിക്ക് ജോയിൻ ചെയ്തപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വന്നു. അവര് കല്യാണം കഴിച്ചു തുടങ്ങിയപ്പോ എല്ലാവരും ഡൈവോഴ്സ് ചെയ്യുന്ന സീസണാണ്. അവര് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ യുദ്ധം വന്നു. അവസാനം അവർ കുക്കിംഗ് തുടങ്ങിയപ്പോൾ LPG ഗ്യാസ് കിട്ടാനില്ല. ഇന്ന് രാവിലെ വായിച്ചൊരു സാധനം, കൈയടിക്കല, ജെൻസിയൊക്കെ അടിപൊളിയാണ്. ഞാനും വൈഫും ഒരു പ്രാവശ്യം തല്ല് കൂടിയിട്ട് 2 പേര് 2 റൂമിലേക്ക് പോയി.
നമ്മളങ്ങനെ വൈഫായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് തല്ലുകൂടി കഴിഞ്ഞാൽ റീൽസ് നോക്കരുത്. കാരണം നമ്മുടെ ഇമോഷൻ ഏതാണോ അതിനനുസരിച്ചുള്ള റീലാണ് തരും. എനിക്ക് കിട്ടിയത് മുഴുവൻ ഡൈവോഴ്സിൻ്റെ 5 ഗുണങ്ങൾ. 500 രൂപ അടയ്ക്കൂ, എങ്ങനെ വിദഗ്ധമായി ഡൈവോഴ്സ് ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാതെ അതിൻ്റെ വീഡിയോ എനിക്കവിടെ ഹരായി. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വൈഫുണ്ട് പെട്ട് വലിച്ചു കൊണ്ടുപോകും. ഞാൻ ചെക്കടെ പോണ് ഡൈവോഴ്സ്. നിനക്ക് ഇത് എവിടെ കിട്ടി? ഞാനും കണ്ടു റീല്, അവളും കണ്ടു. ചിലൊരു തീരുമാനം പറയില്ല. എൻ്റെ വൈഫ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, വരുമ്പോഴേ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണം. ഞാൻ എന്ത് കൊണ്ടുവരണം? എന്തെങ്കിലും കൊണ്ടുപോവാം. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറിക്കാൻ. ഞാൻ പറഞ്ഞു 100 കണക്കിന് സാധനമുണ്ട് കൊറിക്കാൻ. അതിലെന്താ വേണ്ടത്? എരിവുള്ള എന്തെങ്കിലും കൊണ്ടുപോവാം. എരിവുള്ള എന്താ? മുളക് പൊടി മതിയോ? എന്തെങ്കിലും കൊണ്ടുപോകാം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എങ്ങോട്ട് പോയാലോ? അല്ല, നമുക്ക് ടൂറ് പോയാലോ? എങ്ങോട്ട് പോകണം? നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയാലോ? എടി പുറത്ത് പോവാ, വണ്ടി ഞാൻ എടുക്കാം, പൈസ ഞാൻ എടുക്കാം, ആ സ്ഥലം ഒന്ന് തീരുമാനിക്കോ? അതില്ല. ഇത് അനുഭവിക്കുന്നവർക്ക് ഇതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇത് തീരുമാനം ഞാൻ എടുക്കണം, വണ്ടി ഞാൻ ഓടിക്കണം, വണ്ടി ഞാൻ പാർക്ക് ചെയ്യണം, സീറ്റ് ഞാൻ പിടിക്കണം, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒക്കെ ഞാൻ ബംഗാളി. പിള്ളേര് ബംഗാളിയുടെ കുട്ടികൾ. അതാണ്. ചില തീരുമാനങ്ങൾ സ്വയം എടുക്കണം. ഇവിടെ നമ്മൾ തീരുമാനം എടുക്കാൻ മടിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനം എല്ലാം കൂടി എൻ്റെ തലയിലാവും എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലേ? എൻ്റെ വീട്ടിലേ TV ഇല്ല. TV അവിടെ ഇരിക്കുന്നുണ്ട്, അത് ഓണായിട്ടില്ല. 1.5 വർഷമായിട്ട് അത് ഓണായിട്ടില്ല. എൻ്റെ വീട്ടിൽ വെക്കേഷനിൽ ഇതില്ല, എന്താണ്, വൈഫൈ കട്ടായപ്പോൾ മൂത്തവനും മറ്റേ ചെറുതും അവിടെ ഭൂകമ്പം ഉണ്ടാക്കി. ഇത് കറങ്ങണമെന്ന്. ഏത്? മറ്റേ ചെറുത് വന്നിട്ട് ഇത് അവള് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത് കറങ്ങണത്. ഇത് അടിച്ചപ്പോൾ ഇതിങ്ങനെ കിടന്ന് കറങ്ങണമെന്ന്. അവളെ ലൈഫ് ഓക്സിജൻ പോയി എന്നൊക്കെ പറയണ പോലെ പറയണം. മൂത്തവനാകെ അലമ്പുണ്ടാക്കുന്നു. അവൻ സൈക്കോ ആയി മാറി. ഇതില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മളും ഉപയോഗിക്കുന്ന ഇപ്പം ഞാൻ ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പഴയ സിനിമകൾ കാണുക എന്നുള്ളതാണ് ചിലവരുടെ സ്വഭാവം. അപ്പം ഞാൻ വെക്കേഷനിൽ ഇത് വേണ്ടാന്ന് വെച്ചു. ഏത്? വൈഫൈ വേണ്ടാന്ന് വെച്ചു. ആദ്യത്തെ 3-4 ദിവസം വൻ പ്രശ്നമായിരുന്നു വീട്ടിൽ. ഡിജിറ്റൽ ഡീടോക്സ്, അതായത് മൊത്തത്തിനൊന്ന് ഡീകണ്ടാമിനേഷൻ ചെയ്യാം. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മോനൊക്കെ വർത്താനം പറഞ്ഞ് തുടങ്ങുന്നു. സംസാരിക്കുക, എന്താ ഉപ്പാടെ ജോലി എന്നൊക്കെ എന്നോട്. അവന് എന്നെ ഈ പഴക്കൊല വാങ്ങിക്കുന്ന ഒരാളായിട്ട് അവനെ കണ്ടിട്ടുണ്ട്. പഴയ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ, ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി കിട്ടും, വിശദമായിട്ട് കിട്ടും. നിങ്ങൾ ജെൻസി പിള്ളേരോട് ചോദിച്ചു നോക്കിയേ, ഒറ്റ വാക്കിലേ പറയുള്ളൂ. ഇതായിരിക്കുന്ന ഒരു ജെൻസിയാണ്. അവളോട് ഞാൻ ചോദിക്കരുത്, എടാ സായന്ത് വിളിച്ചോ എന്ന് ഞാൻ വാട്സപ്പ് ചെയ്തു. അപ്പോൾ അത് പറയാം, വിളിച്ചു. എന്നിട്ട് ഞാൻ പിന്നെയും ചോദിക്കണം, എന്തു പറഞ്ഞു? വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും ചോദിക്കണം, എപ്പോൾ വരും? രാവിലെ വരും. പിന്നെയും ചോദിക്കണം, രാവിലെ എപ്പോ? 7 മണിക്ക്. ബ്രിഡ്ജ് വേ മോട്ടോഴ്സിൻ്റെ കൊട്ടേഷൻ എന്തായി? അപ്പോൾ അവർ പറയും കൺഫേംഡ്, കഴിഞ്ഞു. ഇനി ഞാൻ ചോദിക്കണം, എന്ന്? 24th. എവിടെ വെച്ച്? കൊച്ചി. ഇത് മൊത്തം ഞാൻ അവസാനം ഇത് വല്ല മെൻ്റലിസം പഠിക്കണം. ഞാൻ ഇവരോട് വർത്താനം ഇത് നേരെ മറിച്ചിട്ട് ഒരു 30 വയസ്സിന് മുകളിലുള്ള ഒരാളോട് നമ്മൾ ചോദിച്ചോക്കെ എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൺഫേം ആയി, 24-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് രാവിലെ നമ്മൾ കംപ്ലീറ്റ് ആൾക്കാർ പറഞ്ഞു നമുക്ക് ഒന്നുകിൽ കാർ എടുത്ത് പോകാം, അല്ലെങ്കിൽ ട്രെയിനിന് പോകാം, ഇവിടെ ഇന്നതൊക്കെയാണ് ഈ സാധനം. ഞാൻ ഇതിനായിട്ട് ഇങ്ങനെ അശ്വമേധം കളിക്കാം. ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ ചാറ്റിലപ്പുറത്ത്? ചിലപ്പോൾ 3 ആളായിട്ട് ചാറ്റിങ്ങിലായിരിക്കും. ഒന്ന് സാറ്, പിന്നെ ഇത് രാജു, രാജേട്ടൻ, രാജപ്പൻ. എല്ലായിടത്തും മറുപടി കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഓക്കെ പറയും, ഓക്കെ ഇപ്പോൾ വരാട്ടാ, പിന്നെ കാണാൻ പറ്റാത്തതിലൊന്നും വിഷമിക്കരുത്, പിന്നെ ഞാൻ വരും ഉറപ്പല്ലേ? സാറേ കൺഫേം. പിന്നെ നമ്മളെ കാര്യം നടക്കും തോന്നില്ല, വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് രാജേട്ടൻ്റെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ജെൻസി പിള്ളേർ മൊത്തം ഇമോജിയിലാണ് കളിക്കുക, അല്ലേ? നമ്മൾ കുറച്ച്
പിന്നെ ഈ 90s 80s മില്ലേനിയൽസ് ഒക്കെ പറയുന്ന ഒരു ഫേസ്ബുക്കൊക്കെ ഉപയോഗിച്ച് ഫേസ്ബുക്കിനെ ഒരു കളിയാക്കിയായിരുന്നല്ലേ. നമ്മൾ വിശദമായിട്ട് എഴുതും ഫേസ്ബുക്കിൽ. ഒരു പ്രശ്നം വന്നാൽ അത് മൊത്തം എഴുതി അല്ലേ, നമ്മൾ എഴുതും. ജെൻസി എഴുതൂല്ലോ, മൊത്തം ഇമോജിയാണ്. ഇത് നമുക്ക് മനസ്സിലാവും. ഞാൻ ഇവൾക്ക് എക്സ്ട്രാ ഇൻസെൻറ്റീവ്സ് കൊടുത്തു. അപ്പം ഞാൻ വോയിസാണ് പറഞ്ഞത്, സാറേ താങ്ക് യു സോ മച്ച്, എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് അഭിമാനമായി, സാറ് പൈസ തന്നല്ലോ, ഈസ്റ്റർ ഞാൻ അടിച്ചു പൊളി. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആകെ വന്നത് ഒരു 2 കറുത്ത രൂപങ്ങൾ കെട്ടിപ്പിടിക്കണ ഒരു സാധനം. ഞാൻ എന്നിട്ട് ഇത് മനസ്സിലാക്കാൻ ഇതുകൊണ്ട് ChatGPT-യിലിട്ടു. അപ്പം സംസാരിച്ച് പഠിക്കണം. ഇത് ഒറ്റ വാക്കിലല്ല, വിശദമായിട്ട് പറയണം. നമ്മുടെ കലമരയിലുണ്ടാവും കളയാനും തോന്നൂല, പിന്നെ ഉപയോഗിക്കാനും തോന്നാത്ത ഒരു ഡ്രസ്സ് ഉണ്ടാവില്ലേ. അല്ല, ചില ഡ്രസ്സ് അങ്ങനെ ഉണ്ട്. നമുക്കത് എടുക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഈ ഒക്കേഷന് പറ്റിയതല്ല, നമ്മളത് ഇടൂല. പിന്നെ കളയാനും തോന്നില്ല. പിന്നെ വേറെ ഡ്രസ്സ് ഉണ്ടാവും, എപ്പോഴെങ്കിലും തടി കുറയുമെന്ന് വിചാരിച്ച് വാങ്ങിച്ചു വെച്ചാൽ കറക്റ്റ് അല്ലേ, സെയിം പിച്ച്. ഇവിടെ അത് തന്നെ വിഷമം കൊണ്ടാണ്. നമ്മളെപ്പോഴെങ്കിലും തടി കുറയുമെന്ന് വിചാരിച്ചിട്ട് ഇനി വേറെ ചില ഡ്രസ്സ് ഉണ്ടാവും, ടൂറ് പോയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു വയ്ക്കും. നാട്ടുകാർ കണ്ടാൽ എന്തെങ്കിലും പറയും. അതുകൊണ്ട് ഇവിടെ അല്ല, വല്ല തമിഴന്മാരോ ഹിന്ദിക്കാരോ കണ്ടോട്ടെ, അവർക്ക് അറിയില്ലല്ലോ. ഞാൻ പണ്ട് നഴ്സുമാർ ക്ലാസ് എടുത്ത് ചോദ്യം ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കാം, നമുക്കാരാണ് ശമ്പളം തരുന്നത്? ഇല്ല, ആരോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരാണ്? പറഞ്ഞോ, വെറുതെ പറഞ്ഞോ. ലത്തീഫ് സാറോ? ലബീബ്? കുറച്ചുകൂടി നന്നായി ഒന്ന് ചിന്തിച്ച് പറഞ്ഞു നോക്കി, ആരാണ് നമുക്ക് സാലറി തരുന്നത്? പേഷ്യൻസ് ആണോ? കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കി. അല്ല, ഞാൻ ശമ്പളത്തിൻ്റെ കാര്യം എടുത്തിട്ടപ്പോൾ തന്നെ ഇവർ അത് വേണ്ട, അത്തരം മോട്ടിവേഷൻ വേണ്ട, അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല, അത് വേറെ. നിങ്ങളും എനിക്കറിയില്ല, അതവിടെ നടക്കട്ടെ. പേഷ്യൻസ് ആണോ അതോ ബൈസ്റ്റാൻഡറാണോ? ബൈസ്റ്റാൻഡർ അല്ലേ? ആശുപത്രിയിലെ നിയമങ്ങളൊക്കെ ആർക്കെതിരാണ്? ബൈസ്റ്റാൻഡർക്ക് എതിരാണ്. രോഗിക്ക് എന്തും ചെയ്യാം. ഇവിടെ ഇരിക്കരുത് എന്ന് എഴുതിയെടുത്തത് രോഗിക്ക് കിടക്കാം. കാരണം ബോധം കെട്ട് പോയതാണ്. തുപ്പരുത് എന്നെഴുതിയ സ്ഥലത്ത് രോഗി ഛർദ്ദിക്കും. ഞാൻ രോഗിയാണ്. രോഗി പ്രിവിലേജ്ഡാണ്. അതിൻ്റെ ഒപ്പം വന്ന പാവം മനുഷ്യല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത. അതിൽ വേറെ ഇങ്ങോട്ടോ പോകാൻ നിന്നതായിരുന്നു. ആ സമയത്താണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ പടക്കം പൊട്ടിച്ച് കൈ പോയിട്ട് ഒരാൾ ആശുപത്രിയിലായിട്ട്. ഇയാൾ ഇപ്പം ഈ ബൈസ്റ്റാൻഡർ എപ്പോഴും തിരക്കിലായിരിക്കില്ലേ? ആയിരിക്കും. നിങ്ങൾ പറ. രോഗി വളരെ ഫ്രീ അല്ലേ? ബൈസ്റ്റാൻഡർക്ക് എതിരാണ് മിക്കവാറും. ഈ ബൈസ്റ്റാൻഡറെ ശത്രുവിനെ പോലെ കാണുന്ന ഒരാളുടെ പേര് സെക്യൂരിറ്റി. ആരാ പറഞ്ഞ മനുഷ്യൻ? സാറേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, തരാട്ടാ. സെക്യൂരിറ്റി. അപ്പൊ ഈ പാവ മനുഷ്യൻ ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? ബൈസ്റ്റാൻഡറാണ് നമുക്ക് ശമ്പളം തരുന്നത്. ശരിക്കും ഹോസ്പിറ്റൽ പോലും അല്ല, രോഗികൾ ബൈസ്റ്റാൻഡറാണ്. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീർക്കുന്നത് ഇയാളുടെ പുറത്താണ്. അങ്ങോട്ട് ഓടിക്കോ, ഇങ്ങോട്ട് ഓടിക്കോ. പിന്നെ എന്തൊക്കെയാ? ബൈസ്റ്റാൻഡർ നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടോ? വരട്ടെ, എല്ലാം പുറത്തേക്ക് വരട്ടെ. ഉണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പെൺപിള്ളേരോട് വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ നല്ലൊരു ഹോട്ടലിൽ പോണത് എന്തിനാ? കഴിക്കാൻ. ഇവരെന്തിനാ പോണത്? ഫോട്ടോ എടുക്കുക. ഇവര് വാഷ് ബേസിന്റെ അവിടെ ഒരു ഭംഗി ആയിക്കൊള്ളാലോ, അപ്പെടുക്കും ഇവര്. ഇവർക്കൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ത്രീ പെൺപിള്ളേർക്ക് ഇവർക്കൊരു ആംഗിളുണ്ട്. ആ ആംഗിള് ഫോണുണ്ട് നമ്മുടെ കയ്യിൽ, ഏതെങ്കിലും ഫോണുണ്ട് കാണിച്ചറിയാൻ. എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് സെൽഫി എടുക്കണല്ലേ, ഇവര് ഈ ആംഗിള് നോക്കിയിട്ടുള്ള കളികളോ. ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഒറ്റ സാധനമുള്ളൂ, ഇങ്ങനെ വെക്കും. അപ്പൊ ഇതിൻ്റെ അടുത്ത് 3 പെൺപിള്ളേർ എവിടെയുണ്ട്, 3 എണ്ണം 3 തരത്തിലായിരിക്കും. കാരണം
ഈ ഭാഗം മാത്രമേ അവർ കാണിക്കുള്ളൂ. അവരുടെ ബെസ്റ്റ് കാണിക്കാത്ത ഒന്നും അവര് ഇടൂല. നമ്മളെ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ? ചെറുപ്പത്തില് നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, എനർജി ഉണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, പക്ഷെ പൈസ ഇല്ല. ഇതല്ലേ ചെറുപ്പത്തില്? ഒരു മധ്യവയസ്സാവുമ്പോ നല്ല ആരോഗ്യമുണ്ട്, നല്ലോണം പൈസ ഉണ്ട്, പക്ഷെ സമയമില്ല. കറക്റ്റ്. ഇനി വയസ്സാവുമ്പോ പൈസയുണ്ട്, സമയമുണ്ട്, പക്ഷെ ആരോഗ്യമില്ല. എന്താണ്? ഓരോ വയസ്സിലും നമ്മൾ വിചാരിക്കുക എന്താണെന്നറിയോ? ഇതുകൊണ്ട് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആസ്വദിക്കാം, ഇതുകൊണ്ട് കഴിയട്ടെ ആസ്വദിക്കാം. അങ്ങനെ ഒരു പ്രശ്നം നടക്കൂല. ജീവിതം സെറ്റിലായിട്ട് ആസ്വദിക്കലൊന്നുമില്ല. ഓരോ സമയത്തും ആ സംഗതി ആസ്വദിക്കണം. ഓരോ മനുഷ്യനും വിചാരിക്കുക അവരുടെ ഏറ്റവും പക്വതയുള്ള സമയം ഇതാണെന്നാണ് ഓരോ സമയത്തും വിചാരിക്കും. 20 വയസ്സിൽ നമ്മൾ വിചാരിക്കുക നമ്മുടെ ബെസ്റ്റ് ടൈം ഇതാണ് നമ്മുടെ പക്വത. 25 വയസ്സിൽ നമ്മൾ 20 വയസ്സിലെ ഫോട്ടോ കണ്ടാൽ നമുക്കെന്നെ നാണക്കണവും ഇല്ലേ? നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ നമ്മളെ മോത്തേക്ക് നമുക്ക് കണ്ടത് അല്ലേ? ഇല്ലേ? ഇനി ഞാൻ വിചാരിക്കണേ എനിക്ക് ഏറ്റവും പക്വതയുള്ള സമയം ഇതാണെന്നാണ്. ഇത് 10 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തിരുന്ന പൊട്ടത്തരം എന്തായിരുന്നു. ഓരോന്നിനും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഉള്ള സമയം ആസ്വദിക്കുക. ഞാനടക്കമുള്ള പുരുഷന്മാരോടാണ് പറയാനുള്ളത്, നമ്മുടെ ലൈഫിലെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് സക്സസ്ഫുൾ ആയി തുടങ്ങുന്ന സമയത്ത് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നാക്ക്. നമ്മൾ ആരോട് എന്തൊക്കെ പറയുന്നു, പറയാതിരിക്കുന്നു, ഏതൊക്കെ സന്ദർഭങ്ങളിൽ എന്തൊക്കെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ പറയുന്നു എന്നുള്ളത് ആ നാക്ക് ശ്രദ്ധിക്കണം. 2, സ്റ്റൊമക്ക്, വയറ്. അത് പറയാൻ ഞാൻ അത്ര യോഗ്യരല്ല, അറിയാലോ. കാരണം വയറിലേക്ക് എന്തൊക്കെ പോകുന്നു എന്നുള്ളതാണ് സ്റ്റൊമക്ക്. 3-മത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വയറിന്റെ താഴെയുള്ള അവയവം. അവനെ ശ്രദ്ധിക്കണം. കാരണം അവൻ പല കുരുത്തക്കെടും കാണിക്കും, നമ്മളെ വഴിതെറ്റിക്കും. ആ വഴിതെറ്റിച്ചാൽ എന്താ സംഭവിക്കുക? ഇത്രയും കാലം നമ്മളെ സ്നേഹിച്ചവരൊക്കെ വെറുക്കും. ശ്രദ്ധിച്ചേ പറ്റൂ. ഓക്കെ? നാക്ക്, സ്റ്റൊമക്ക്, പിന്നെ ഹലോ, ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നുണ്ടോ? ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നുണ്ടോന്നോ? ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് ലോ ഓഫ് ആക്ഷനിലാണ്. പ്രവർത്തിക്കുക. ഞാൻ വല്ലാതെ ചിന്തിച്ച് സമയം കളയാറില്ല. ഒറ്റ ചാടി ഇറങ്ങുക. ഫസ്റ്റ് കമ്മിറ്റ് ദെൻ ഫിഗർ ഔട്ട്. അതാണ് നമ്മുടെ ഒരു ഐഡിയ. ആദ്യം അത് ഏറ്റെടുക്കും, എന്നിട്ടാണ് ചിന്തിക്കുക അതെങ്ങനെ ചെയ്യണമെന്ന്. ഒരു കാര്യം നടലായിട്ട് ചെന്നപ്പോ അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളല്ല വേണ്ടത്, എന്നെ തള്ളിയിട്ടവരെയാണ്. അപ്പോ ഒരാൾ തള്ളിയിട്ടപ്പോ അവൻ പ്രവർത്തിച്ചു. ഞാൻ പറയുന്നത് ആരും തള്ളിയിടാൻ കാത്തു നിൽക്കണ്ട, തള്ളിയിടപ്പെടാൻ കാത്തു നിൽക്കണ്ട. പ്രവർത്തിക്കുക, മുന്നോട്ട് പോവുക, വിജയിക്കും.